ഒരു സാധാരണ ദിവസമെങ്കിലും ഓരോ നിമിഷത്തിനും സ്വന്തമായൊരു കഥയുണ്ട് എന്നല്ലേ. ഇതാ ഞാനും ഓരോ കഥകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ചാനലൊക്കെ ഉണ്ടെങ്കിലും അതിൽ തുമ്പിയുടെയും സ്കൂളിലെ വിശേഷങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ലോങ് വീഡിയോ ആദ്യമായിട്ടാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ദൈവത്തിനോട് പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മറത്തൊക്കെ ഒന്ന് പോയി നോക്കി. ഇന്നലെയും പതിവ് പോലെ മഴ വന്ന പോലെ തിരിച്ചു പോയി. താഴത്തേക്ക് ഇങ്ങ് പെയ്തില്ല. ഇതാ തുമ്പിക്കുട്ടി എണീറ്റു. തുമ്പിക്കുട്ടിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ തന്നെ വേണം, ഞാൻ തന്നെ പോയി എടുക്കണം. ഇന്നലെ അച്ഛമ്മേൻ്റെ കൂടെ അവിടെ താഴെ കിടന്നത്, മറ്റത് കോണി കയറി മോളെ പോയി ഞാൻ എടുത്ത് കൊണ്ടുവരണം. അമ്മ പതിവ് പോലെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇന്നും രാവിലെയുള്ള ശീലമാണിത്. അടുപ്പ് കത്തിച്ച് ചോറ് വെക്കൽ അമ്മയുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് അമ്മ കരുതുന്നത്. കാരണം നമുക്ക് അത്രയ്ക്ക് വശമില്ലാത്തൊരു പണിയാണ് ഈ അടുപ്പ് കത്തിക്കൽ. അമ്മയാകുമ്പോൾ അത് വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര കൊല്ലമായിട്ടും കണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, എനിക്ക് അറിയുകയൊക്കെ ചെയ്യാം. ഞാൻ പക്ഷേ ചെയ്യാറില്ല എന്നുള്ളൂ. ഇത് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉള്ളിച്ചമ്മന്തിയും ദോശയ്ക്കുള്ള പരിപാടി തുടങ്ങി. ഉള്ളിച്ചമ്മന്തിയും ദോശയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊരിഞ്ഞ ദോശയ്ക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ. എനിക്കും അമ്മയ്ക്കും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമല്ലേ, അപ്പോൾ അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഞാനെന്താ ചട്ടി വെച്ചു, എണ്ണ ചൂടാക്കി, മുളക് ആദ്യം വറുത്തെടുത്തു. വറ്റൽമുളകാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. വറ്റൽമുളകും പിന്നെ ഉള്ളി ചൂടാക്കിയെടുത്തു. ഉള്ളി നന്നായി ചൂടായ ശേഷം അത് മാറ്റി വെച്ച് ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അരയ്ക്കാൻ. അപ്പോഴേക്കും ദോശച്ചട്ടി വെച്ചു. ഇവിടെ എല്ലാവർക്കും ചൂടുള്ള ദോശയാണ് ഇഷ്ടം. ഞാൻ ആ മാറ്റി വെച്ച മിക്സിയിലിട്ട് അരച്ചെടുത്തത് വേഗം പ്ലേറ്റിലേക്ക് മാറ്റി. ഒപ്പം ദോശയും ചുടുന്നുണ്ട്. പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. ഈ അരച്ച് വെച്ചതിലേക്ക് നെയ്യ് തേച്ച ദോശയാണ് കേട്ടോ ഇവർക്ക് ഇഷ്ടം. അരച്ച് വെച്ചതിലേക്ക് ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ്. പതിവ് പോലെ ഞായറാഴ്ച ആയ അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കും. കാരണം എന്നും ഞായറാഴ്ച അച്ഛൻ വരും. കുട്ടികൾക്ക് വല്ലതും കഴിക്കാനുള്ള സാധനങ്ങളും വാങ്ങിയിട്ടാണ് വരിക. ഇന്ന് പതിവ് പോലെ അമ്മയുണ്ട് കേട്ടോ. അച്ഛൻ ഒറ്റയ്ക്കല്ല, രണ്ടുപേരും കൂടി ഏതോ അമ്പലത്തിൽ പോയി വരിക, ചെമ്മന്തട്ട് അമ്പലത്തിൽ പോയി വരികയാണെന്നാണ് പറഞ്ഞത്. അമ്മ ദാ പുതിയ ബാഗൊക്കെ എന്നെ കാണിക്കുകയാണ്. നല്ല ബാഗാണ്, അമ്മ എന്നോട് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ വന്നതല്ലേ, വേഗം ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്ക് ഇതാ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ ടീഷർട്ടൊക്കെയാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഒരു അടി കഴിഞ്ഞു. ഇത് എൻ്റെ അച്ഛൻ്റെയാണ്, അല്ല ഇത് എൻ്റെ അച്ഛൻ്റെയാണെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അടി തുടങ്ങി. എന്തായാലും ചായയൊക്കെ വേഗമായി. അമ്മ ദാ തുമ്പിയുടെ തലയൊക്കെ തുടച്ചെടുക്കുകയാണ്. കാരണം ഒറ്റയ്ക്കുള്ള കുളി ആയതുകൊണ്ട് അതൊന്നും ശരിക്കും നടക്കില്ല. ഇത് ചെമ്മന്തട്ട് അമ്പലത്തിലെ പ്രസാദമാണ് കേട്ടോ, അമ്മ കൊണ്ടുവന്നതാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കി അവർക്കൊക്കെ ചായ കൊടുത്തു. അമ്മ ചായ കുടിച്ചു. പിന്നെ ഞങ്ങളും അതെ, തുമ്പിക്കുട്ടി പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ദോശ കഴിക്കുക. അപ്പോൾ പഞ്ചസാര കൊടുത്തു. ഇന്ന് ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്കുള്ള ദോശയും കൊടുത്തു. അമ്മയ്ക്ക് ഒരു ദോശയ്ക്കാണ് അമ്മ കഴിക്കാറ്, ഞാൻ നിർബന്ധിച്ച് രണ്ടെണ്ണം കൊടുക്കും. എന്നിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കൂടി തുടങ്ങി. തുമ്പിക്കുട്ടി ഇതാ കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. എന്തായാലും ഞങ്ങളൊന്ന് വെറുതെ അപ്പോഴാണ് അടുക്കളേൻ്റെ പുറകുവശത്തു നിന്നൊരു ശബ്ദം കേട്ട് പോയൊക്കെ. ഇപ്പോൾ അത് ആമിക്കുട്ടി കൈ നിറയെ അടയ്ക്കാപ്പഴം കൊണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്. ആമിക്കുട്ടീൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഏട്ടൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് താമസം. ഏട്ടൻ്റെ വീട്ടിലുണ്ടായ അടയ്ക്കാപ്പഴമൊക്കെ ഞാൻ വാങ്ങി വെച്ചു. ഇനി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കൂടെ നടന്ന് എങ്ങോട്ടാണെന്നറിയോ, തുമ്പിക്കുട്ടി അമ്മമ്മയ്ക്ക് എന്തോ കൊടുക്കാൻ പോയതാണ്. എങ്ങോട്ടാണെന്നറിയോ, നേരെ കാണുന്ന ആ ഓടിട്ട വീടാണ് സതിയെടുത്തീൻ്റെ വീട്. സതിയെടുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്. എനിക്കൊക്കെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയുള്ളൊരു ആളാണ് സതിയെടുത്തി. ഇതാണ് സതിയെടുത്തീൻ്റെ കുഞ്ഞു വീട്. ഇതാ പറഞ്ഞില്ല, അതാ ആളിതാ നല്ല കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കണം. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, നാളെ കൂട്ടാനും ഉപ്പേരിയൊന്നും നീ വെക്കേണ്ട, ഞാൻ തരാട്ടോ എന്ന്. ഇതൊരു പതിവ് തന്നെയാണ്. സതിയെടുത്ത് എന്തുണ്ടാക്കിയാലും അവിടേക്ക് കൊടുത്തു വിടലും കൊണ്ടുവരലും സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് എനിക്കിന്ന് ഈ ഞായറാഴ്ച സുഖമായി. കൂട്ടാനും വെക്കേണ്ട, ഉപ്പേരിയും വെക്കേണ്ട, വെറും ചോറ് മാത്രം വെച്ചാൽ മതി. എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പണ്ടേയുള്ളൊരു രീതിയാണ്. ആ അടുക്കളയിൽ ഈ അടുക്കള എന്നുള്ള വ്യത്യാസമില്ലാതെയാണ് ഞങ്ങൾ ഒന്നിച്ച് പോകുന്നത്. സതിയെടുത്തിക്കും അതെ, തുമ്പിക്കുട്ടിക്കും ലച്ചുവിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സതിയെടുത്തി. പിന്നെ ഈ കാഴ്ച സ്ഥിരമുള്ളതാട്ടോ. അമ്മയ്ക്ക് സതിയെടുത്തില്ലാതെയും പറ്റില്ല, സതിയെടുത്തിക്ക് അമ്മയില്ലാതെയും. വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടേത്. കണ്ടാൽ അസൂയ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.